അവിടെ നിക്ക്. അമ്പട കള്ള നടക്ക്. കുറെ നാളെ അച്ഛന്റെ മുമ്പിൽ മുങ്ങി നടക്കുന്നു. പാവോ അച്ഛൻ. ഇത്തവണ പെൻഷൻ കാശ് കിട്ടിയിട്ട് എനിക്കൊരു സാരി വാങ്ങി തരാന്ന് പറഞ്ഞിരുന്നതാ. 1 മണിക്കൂർ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലേ ആ കാശും കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പൊ അച്ഛനെ പറ്റിച്ച് നടക്കുന്നു. നടക്ക്. സാരി പോരെ? എനിക്ക് സാരിയും വേണ്ട, ഒരു ഗാമിയും വേണ്ട. ഏട്ടനെ പിടിച്ച് അച്ഛനെ ഏൽപ്പിക്കാൻ നീ വാക്ക് കൊടുത്താ. നടക്ക്. അച്ഛനെ കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ കണ്ണാടി എടുത്തു കളഞ്ഞത്? അതും കൂടെ വെക്കേ, അച്ഛൻ ഒന്ന് കാണട്ടെ. അവന്റെ ഒരു കൊടയും വടിയും ബാഗും ചന്ദനക്കുറിയും ഒരുമാതിരി കണിയാമാരെ പോലെ. എടാ, 1 മണിക്കൂറെന്നും പറഞ്ഞ് നീ വാങ്ങിട്ട് പോയ കാശ് 5 ദിവസമായാലോടാ. ഇപ്പൊ കാശുമില്ല, നീയുമില്ല. ബില്ല് മാറട്ടെ. നിന്റെ ഈ ബില്ലെന്നുള്ള പല്ലവി നീ കേൾക്കണ്ട. അച്ഛാ, അപ്പോ ആ കാശും പോയി. ഇല്ല. എടാ, നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. അച്ഛൻ ഒരുമാതിരി തറയായിട്ട് എന്നെ കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു കോൺട്രാക്ടറായി മാറും. അതിനു വേണ്ടിയുള്ള തട്ടിപ്പൊക്കെ നന്നായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി ആ തട്ടിപ്പൊന്നും നീ പ്രത്യേകിച്ച് പരിശീലിക്കണ്ട. ജന്മനാ ദൈവം സഹായിച്ച് നിനക്കത് കിട്ടിയിട്ടുണ്ട്. എടാ, ഈ പേരും പറഞ്ഞ് നിന്റെ ഷെയർ പോലും നീ വിറ്റ് തെളിച്ചില്ലേ. ഇനി നീ ചിരട്ടയെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണേണ്ടി വരും. വേണ്ടച്ചാ, പടിപടിയായിട്ടുള്ള ഉയർച്ചയുടെ ആരംഭം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. CP&CPയുടെ റോഡ് റോളർ, CP&CP കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാറുകൾ, ജീപ്പുകൾ, ലോറികൾ, വാനുകൾ എല്ലാം ഈ മുറിക്കകത്തൂടെ അല്ല മുറ്റത്തൂടെ ചറ പറന്ന് അച്ഛന് കാണാൻ പറ്റും. എവിടെ CP&CP? എന്നിട്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ആ CPയുടെ C അങ്ങെടുത്ത് മാറ്റാമോ? നാട്ടുകാർ നിന്നെ പറയുന്ന തെറിയുടെ പാതി എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അച്ഛാ, ഒരു ദിവസം ഞാൻ അഭിമാനഭാജനമായി മാറും. അവന്റെ ഒരു ഭാജനം. എന്താണ് നിൽക്കുന്നത്? ഒരു 100 രൂപ. രൂപയാ? ഇവൻ പോക്ക. വെച്ച് ചുരണ്ടി എന്നാ പോരാ. ഇന്ന് പണി തീർത്ത് സ്ഥലം വിടണം. പത്രം വായിച്ചില്ലേ? എന്താ? CPയുടെ ചേട്ടൻ ഒരു ജഗൽ പാര തന്നെ. ശക്തമായ ബോംബ് സ്ഫോടനം മൂലമാണ് പാലം പൊളിഞ്ഞു പോയതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയതെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പേപ്പർ വായിച്ചില്ലേ? വായിച്ചു. വിശദമായ അന്വേഷണം വരട്ടെ. എന്ത് അന്വേഷണം? സകല കെട്ടും മൂപ്പര് കെട്ടി കഴിഞ്ഞിരിക്കും. ഗോപി, പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശകലം മായം ചേർത്ത ബില്ല് എഴുതില്ല, ചെക്ക് തരില്ല. ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചവൻ ശുദ്ധ മാന്യം. വായിക്കാൻ കണ്ടൊരു നേരം. നാട് ഓടുമ്പോ നടുവേ ഓടുക, അത്ര തന്നെ. എന്നെവിടാ ചോറ് വെപ്പ്? ഇവിടെ അടുത്തൊരു വീടുണ്ട്, പക്ഷെ അവിടത്തെ താടക സമ്മതിച്ചില്ല. CPയുടെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്ത് കിണിക്കുന്നു? CPയുടെ ആഗോള പ്രശസ്തി അവരറിഞ്ഞ മട്ടില്ല. ഞാൻ പോയി സമ്മതം വാങ്ങിക്കുന്നത് കാണണോ? കാണാം. ഇത് വായിച്ചോണ്ടിരിക്കേ, വെറുതെ നിൽക്കല്ലേ. മുമ്പോട്ട് നിർത്തിയാട്ടെ. എത്ര പേരാണ് കൂടിയിരിക്കുന്നത്? ഞാൻ CP നായർ, ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് കോൺട്രാക്ടർ CP നായർ. ചേട്ടനോട് ഇല്ലല്ലോ. അല്ല, ഈ CP എന്ന് കേട്ടിട്ടില്ലേ? CP രാമസ്വാമി. അയ്യോ, അതല്ല, ഞാൻ വെറും CP. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 lakhs ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 lakhs അതും ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും. വർക്ക് സൂപ്പർവൈസർമാർ ഒരു 50 പേരുണ്ട്. 1000-നടുത്ത് തൊഴിലാളികൾ എന്റെ കീഴിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. കരാറുകാരനായിരിക്കും. അല്ല, മലയാളത്തിൽ അങ്ങനെ പറയും. ഞങ്ങൾക്ക് ഇവിടെ കരാറ് പണിയൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ല. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല. അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ? അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കൂട്ടാൻ ഒരിടം വൈകിപ്പോയി. എന്റെ സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചപ്പോ ചേച്ചി സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇല്ല. എന്നെ ഒരു അനിയനായി കണക്കാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ചേച്ചി സമ്മതിക്കണം. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം എന്റെ തൊഴിലാളികൾ വാടിപ്പോവും. ഒരേ 1 മണിക്കൂർ പ്ലീസ്. ശരി, പെട്ടെന്ന് കഴിയണം. OS.
ചേച്ചി അല്ല രാധ വന്നോ? വൈകുന്നേരമാവും വരാനെന്നാ കരുതിയത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ എത്താമെന്നാ തീരുമാനിച്ചത്. പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. ആരാ ചേച്ചി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അതോ അതേതോ വലിയൊരു കരാറുകാരനാ. മുറ്റത്ത് പണിക്കാര് കഞ്ഞി വെച്ചോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. വരും. പരിപ്പ് വെന്തില്ലല്ലേ? സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചു. പിന്നെന്താ പന്നിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം? ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമില്ല, ഒരു തലവേദന പോലെ. മധുര 17കാരി വിരുന്നുകാരി വിരുന്നുകാരി മനസ്സമ്മതം തന്നാട്ടെ മധുരം. കുമാര ഉപ്പ് വാങ്ങിച്ചില്ലേ? പറഞ്ഞ ഉപ്പ് വാങ്ങിച്ചില്ലല്ലോടോ. താനെന്ത് മനുഷ്യനാടോ? ഉപ്പല്ലേ ഇവിടുന്ന് വാങ്ങിച്ചെന്നാ പോരെ. കാപ്പുന്തൽ കെട്ടിനെന്തിന് ചേച്ചി ചേച്ചി കുറച്ച് ഉപ്പ്. ഈ കറിയില്ലാതെ ഉപ്പില്ലാതെ കറി, അതുകൊണ്ടാ. ഉപ്പ്. താങ്ക് യു ചേച്ചി. വേലായുധാ, പൂവല്ല പൂന്തളിരല്ല മാനത്തെ മഴവില്ലല്ല മണ്ണിലേക്കു വിരുന്നു വന്ന മധുചന്ദ്രലേഖ. അതുപോലൊരു സാധനം അടുക്കളയിൽ നിൽക്കുന്നു. ആ ചേച്ചിയുടെ മകളല്ല, ഇനി ചിലപ്പോ ആ ചേച്ചിയുടെ ചേട്ടത്തിയുടെ മകളായിക്കൂടുന്നില്ല. ഏതായാലും മകളല്ല. അതോ ഇനി ചേച്ചിയുടെ അനുജത്തിയാണോ? താൻ തീ ഊതടോ. ചേച്ചി ക്ഷമിക്കണം ചേച്ചി, ഈ ഉള്ളി ഉണ്ടോ? ചെറിയ ഉള്ളി, തമിഴ്നാട്ടിലെ സാമ്പാർ വെങ്കായം എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടെങ്കിൽ അത് കുറച്ച്. ഇതൊന്നും വാങ്ങിക്കാതെയാണോ കഞ്ഞിയും കറിയും വെക്കാൻ ഇറങ്ങിയത്? അതെ, ഒരു വിവരമില്ലാത്തവനായി പർച്ചേസിങ്ങിന് പോയത്, അതുകൊണ്ടാ. അല്ലാതെ അത് അനിയത്തിയായിരിക്കും. മുറ്റത്ത് ചോറ് വെച്ചോട്ടെന്ന് ചോദിച്ചു, സമ്മതിച്ചു. അത് വെക്കുക, കഴിക്കുക, സ്ഥലം വിടുക. തേങ്ങ മാങ്ങാന്നും പറഞ്ഞ് തന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. സോറി ചേച്ചി. തീ ഊതാതെ താനെന്ത് ചെയ്യടോ? തവളെ, എന്നെ ഭരിക്കാനൊന്നും വേണ്ട. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ തീ ഊതുള്ളൂ. ആ അപ്പടി ചവറും കണക്കും മാനം മര്യാദ ജീവിക്കുന്നത് നിർത്തുകയാണ്. അയ്യോ ചേട്ടാ, വേണ്ട. പെണ്ണുങ്ങൾ കൊടുക്കുന്ന തെറ്റ് എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് ചെയ്ത് കാര്യം- എന്ത് പറ്റി? മിണ്ടരുത്, കുന്നുകളെ ഞാൻ നിന്ന് നിന്ന് ഞാൻ എന്താ വീട്ടിൽ കയറുന്ന തോന്നിവാസം കളിക്കുന്നു.